നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സപ്തതിതമ സർഗ 70-ാം സർഗത്തിലെ 1 തുടങ്ങി 11 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലിയിരുന്നു. ഇന്ന് 12 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി ഏകദേശമായ അർത്ഥം എന്താണെന്നൊന്ന് നോക്കാം. കുശലാസ്തേ നരവ്യാഘ്ര യേഷാം കുശലമിച്ഛസി ശ്രീച്ഛ ത്വാം വൃണുതേ പത്മ യുജ്യതാം ചാപി തേ രഥഃ. ഭരതശ്ചാപിതാൻ ദൂതാൻ ഏവമുക്തോഭ്യഭാഷത ആപൃച്ഛേഹം മഹാരാജം ദൂതാസം ത്വരയന്തി മാം. ഏവമുക്ത്വാ തുതാൻ ദൂതാൻ ഭരതപാർത്ഥിവാത്മജഃ ദൂതൈ സംചോദിതാ വാക്യം മാതാമഹമുവാചഃ. രാജൻ പിതുർഗമിഷ്യാമി സകാശം ദൂതചോദിതഃ പുനരപ്യഹമേഷ്യാമി യദാ മേ ത്വം സ്മരിഷ്യസി. ഭരതേനൈവ മുക്തസ്തു നൃപോ മാതാമഹസ്തദാഹ തമുവാച ശുഭം വാക്യം ശിരസ്യാഘ്രായ രാഘവം. ഗച്ഛത്താദാനുജാനേ ത്വാം കൈകേയീ സുപ്രജാസ്ത്വയാ മാതരം കുശലം ബ്രൂയ പിതരം ച പരന്തപ. പുരോഹിതം ച കുശലം യേ ചാന്യേ ദ്വിജസത്തമാഃ തൗ ച താതമഹേശ്വാസൗ ഭ്രാതരൗ രാമലക്ഷ്മണൗ. തസ്മൈ ഹസ്ത്യുത്തമാം ചിത്രാൻ കളംബാനജിനാനി ച സത്കൃത്യ കേകയോ രാജാ ഭരതായ ദദൗ ധനം. അന്തഃപുരേതി സംവൃദ്ധാൻ വ്യാഘ്രവീര്യബലോപമൻ ദംഷ്ട്രായുക്തൻ മഹാകായാൻ ശൂനച്ഛോപായനം ദദൗ. രുക്മിണിഷ്കസഹസ്രേ ദ്വേ ഷോഡശാശ്വശതാനി ച സത്കൃത്യ കേകയീപുത്രം കേകയോ ധനമാദിശത്. തദാ മാത്യാനഭിപ്രേതാൻ വിശ്വാസ്യാം ഛ ഗുണാന്വിതാൻ ദദാവശ്വപതി ശീഘ്രം ഭരതായാനുയായിനഃ. 70-ാം സർഗത്തിലെ 12 തുടങ്ങി 22 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി ഓരോ ശ്ലോകവും ചൊല്ലി ഏകദേശമായ അർത്ഥം എന്താണെന്ന് നോക്കാം. 12-ാമത്തെ ശ്ലോകം. കുശലാസ്ത്രേ നരവ്യാഘ്ര യേഷാം കുശലമിച്ഛസി ശ്രീച്ഛത്വാം വൃണുതേ പത്മ യുജ്യതാം ചാപി തേ രഥഃ. ശ്ലോകം 12ൻ്റെ അർത്ഥം. അങ്ങ് കുശലമിച്ഛിക്കുന്നവർക്കെല്ലാം കുശലം തന്നെ, എല്ലാവരും സുഖമായിരിക്കുന്നു. പത്മസംഭവയായ ലക്ഷ്മി ദേവി ഭവാനെ വരിക്കുന്നു. അങ്ങയുടെ രഥം വേഗത്തിൽ യാത്രയ്ക്കായി ഒരുക്കിയാലും. അയോധ്യയിൽ നിന്നും വിട്ടിരിക്കുന്ന ദൂതന്മാർ ഭരതനോട് പറയുന്ന ഭാഗമാണ് ഇത്. ശ്ലോകം 13.
ഭരതച്ഛാപിതാൻ ദൂതാൻ ഏവമുക്തോഭ്യഭാഷത ആഭ്യച്ഛേഹം മഹാരാജം ദൂതാസം തുരയന്തി മാം. ശ്ലോകം 13 അർത്ഥം. ഇങ്ങനെ പറഞ്ഞത് കേട്ട ദൂതന്മാർ എന്നെ കൊണ്ടുപോകാൻ തിടുക്കപ്പെടുന്നു എന്ന് മഹാരാജാവിനെ അറിയിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങാമെന്ന് ഭരതൻ ദൂതന്മാരോട് പറഞ്ഞു. ശ്ലോകം 14. ഏവമുക്ത്വാ തു താൻ ദൂതാൻ ഭരത പാർത്ഥിവാത്മജഃ ദൂതൈ സംചോദിതോ വാക്യം മാതാമഹമുവാചഃ. ദൂതന്മാരോടിങ്ങനെ പറഞ്ഞിട്ട് പാർത്ഥിവാത്മജനായ ഭരതൻ ദൂതന്മാരുടെ പ്രേരണ അനുസരിച്ച് മാതാമഹനോട് പറഞ്ഞു. ശ്ലോകം 15. രാജൻ പിതുർഗമിഷ്യാമി സകാശം ദൂതചോദിതഃ പുനരപ്യഹമേഷ്യാമി യഥാ മേ ത്വം സ്മരേഷ്യസി. ശ്ലോകം 15 അർത്ഥം. അല്ലയോ രാജൻ, ദൂതന്മാർ അറിയിച്ചതനുസരിച്ച് ഞാൻ പിതാവിൻ്റെ സമീപത്തേക്ക് പോകട്ടെ. അങ്ങ് എപ്പോൾ എന്നെ സ്മരിക്കുന്നുവോ അപ്പോൾ ഞാൻ വീണ്ടും വന്നുകൊള്ളാം. ശ്ലോകം 16. ഭരതേനൈവ മുക്തസ്തു നൃപോ മാതാമഹസ്തദാഹ തമുവാച ശുഭം വാക്യം ശിരസ്യാഘ്രായ രാഘവം. ശ്ലോകം 16 അർത്ഥം. ഇപ്രകാരം പറഞ്ഞത് കേട്ട് മാതാമഹനായ മഹാരാജാവ് ഭരതൻ്റെ മൂർധാവിൽ മുകർന്ന് മംഗളം ആശംസിച്ചു. ശ്ലോകം 17-18 ചൊല്ലാം. ഗച്ഛത്താതാനുജാനേ ത്വാം കൈകേയീ സുപ്രജാസ്ത്വയാ മാതരം കുശലം ബ്രൂയ പിതരം ച പരന്തപ പുരോഹിതം ച കുശലം യേ ചാന്വേദിജസത്തമാഹ തൗ ച താതമഹേശ്വാസോ ഭ്രാതരോ രാമലക്ഷ്മണോ. 17-18 ശ്ലോകങ്ങളുടെ അർത്ഥം. ഉണ്ണി, നീ പൊയ്ക്കൊള്ളുക. നീ മൂലം കൈകേയി സത്പുത്രനായി. അമ്മയോട് കുശലം പറയുക. വീര, അച്ഛനോടും കുശലം പറയുക. അതുപോലെ പുരോഹിതനോടും മറ്റെല്ലാ ദ്വിജസത്തമന്മാരോടും പിന്നെ വീരന്മാരായ രാമലക്ഷ്മണ ഭ്രാതാക്കളോടും സഹോദരന്മാരോടും കുശലം പറയുക. ശ്ലോകം 19. തസ്മൈ ഹസ്ത്യുത്തമാം ചിത്രാൻ കമ്പളാനജിനാനി ച സത്കൃത്യ കൈകേയോ രാജ ഭരതായ ദദൗ ധനം. ശ്ലോകം 19 അർത്ഥം. പിന്നെ ഒന്നാം തരം ആനകളെയും അതിമനോഹരമായ കമ്പളങ്ങൾ, മാന്തോൽ, പുലിത്തോൽ മുതലായ ധനം കേകയ രാജാവ് ഭരതന് സമ്മാനിച്ചു. ശ്ലോകം 20. അന്തഃപുരേതി സംവൃദ്ധാൻ വ്യാഘ്രവീര്യബലോപമാൻ ദംഷ്ട്രായുക്താൻ മഹാകായാൻ ശുനച്ഛോപായനം ദദൗ. ശ്ലോകം 20 അർത്ഥം. അന്തഃപുരത്തിൽ നിഷ്കർഷയോടെ വളർത്തിയവയും പുലികളെപ്പോലെ വീര്യമുള്ളവയും കൂർത്ത പല്ലുകളുള്ളവയുമായ നായ്ക്കളെയും സമ്മാനമായി നൽകി. ശ്ലോകം 21. രുക്മനിഷ്കസഹസ്രേ ദ്വേ ഷോഡശാശ്വതശതാനി ച സത്കൃത്യ കേകയീപുത്രം കേകയോ ധനമാദിശത്. ശ്ലോകം 21 അർത്ഥം. 2000 സ്വർണ്ണപ്പതക്കങ്ങളും 1600 കുതിരകളും കൈകേയീപുത്രന് കേകയ രാജാവ് ധനമായി നൽകി. ശ്ലോകം 22. തഥാ മാത്യാനഭിപ്രേതാൻ വിശ്വാസ്യാം ച ഗുണാന്വിതാൻ ദാദാവശ്വപതി ശീഘ്രം ഭരതായാനുയായിനഃ. ശ്ലോകം 22 അർത്ഥം. വിശ്വാസ്യരും ഗുണസമ്പന്നരും സുസമ്മതരുമായ അമാത്യന്മാരെ അശ്വപതി ഭരതന് അനുയായികളായി പോകാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.